ഹലോ ഹായ്, ഞാൻ നിങ്ങളിതൊരു കിടിലൻ കാഴ്ച കാണിച്ചു തരാം. ഇന്ന് എനിക്ക് നിറച്ച് മൾബറി കിട്ടിയൊരു ദിവസമാണ്. ഇഷ്ടംപോലെ മൾബറി ഉണ്ട്. ഇപ്പം നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് നല്ല മധുരം ഉണ്ടായിരുന്നു. അതിനൊക്കെ തന്നെ നല്ല വെയിൽ ഉണ്ടായതുകൊണ്ട് ഇഷ്ടം പോലെയാണ് ഇത് പിടിച്ചത്. ഞാൻ നിങ്ങളെ ചെടിയിൽ പിടിച്ചു കിടക്കുന്നത് കാണിക്കാം. എല്ലാവരും വീട്ടിൽ വെക്കേണ്ട ഒരു ചെടി തന്നെയാണ് മൾബറി. പണ്ടുള്ള സ്കൂളിൽ പഠിക്കുമ്പോൾ ടൈമിലൊക്കെ ഇത് ഭയങ്കര ഡിമാൻഡുള്ള സാധനമായിരുന്നു. ഇപ്പോൾ അങ്ങനെ എല്ലാ വീട്ടിലൊന്നും ഇല്ല. ഇതിൻ്റെ നാടൻ വെറൈറ്റിയിലൊക്കെ കമ്പൂത്തിയൊക്കെ കളിക്കും. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ബ്രസീൽ മൽബറിയൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല വലിപ്പം വരുന്നതാണ്. ഇതൊരു നല്ലൊരു ഇനത്തിൽപ്പെട്ടൊരു മൽബറിയാണ്. നാടൻ മൽബറി അല്ല. പക്ഷെ കറക്റ്റിൻ്റെ ഇനം അറിയില്ല. പക്ഷെ കുലകുത്തിയാണ് ഇത് കായ്ക്കുന്നത്. നിങ്ങൾക്ക് കാണാം, എല്ലാ കൊമ്പിലും നിറച്ച് കുലകുത്തി പിടിച്ചു കിടക്കുകയാണ്. ഇഷ്ടം പോലെ പഴുത്തത് ഇതിലുണ്ട്. അപ്പം ഇതിൻ്റെ കമ്പ് കുത്തി നമുക്ക് നടാൻ പറ്റും. ഇത് ചെയ്യുമ്പോൾ ഇതെനിക്ക് നിറച്ച് കായ്ക്കണമെങ്കിൽ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം നല്ല വെയിലുള്ള സ്ഥലത്ത് നടണം എന്നുള്ളതാണ്. മൾബറിക്ക് വേണ്ടത് ഏറ്റവും നല്ല ഇത് വെയിൽ കിട്ടണമെന്നാണ്. പിന്നീട് കമ്പ് വളർന്നു കഴിഞ്ഞ് ഇതേ കണക്ക് ചരിഞ്ഞ് തുടങ്ങുമ്പോഴത്തേന് എല്ലാ ഞെടുപ്പിനും പുതിയ കിളിപ്പ് വരും. അത് മൊത്തം പിന്നീട് മൾബറിയായിട്ട് മാറും. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മൾബറി ഇടയ്ക്കൊന്ന് കോതി കൊടുക്കണം. അപ്പം പുതിയ തണുപ്പ് വരുമ്പോഴാണ് അതിൻ്റെ കൂടെയാണ് ഇത് കണക്ക് മൾബറി എപ്പോഴും വരുന്നത്. അപ്പോൾ നമ്മൾ വെട്ടാതൊക്കെ നിർത്തുകയാണെങ്കിൽ ഇത് കണക്ക് വലിയ കമ്പായിട്ട് അത് മാറും. എന്നിട്ട് നല്ല സീസൺ ആകുമ്പോഴത്തേക്ക് കമ്പ് വളഞ്ഞു വരുമ്പം പുതിയ ഇല വരുമ്പോഴത്തേന് അതിലെല്ലാം ഇത് കണക്ക് മൾബറി വരും. നല്ല ബ്ലാക്ക് കളറിൽ പോകുന്ന ഒരു മൾബറിയാണ്. അത്യാവശ്യം മധുരവും പുളിപ്പൊക്കെ ഉള്ള സാധനമാണ്. ബ്ലാക്ക് ആയി കഴിഞ്ഞാൽ നല്ല മധുരം മാത്രമേ ഉള്ളൂ. റെഡിലും കഴിക്കുമ്പോൾ അല്പം പുളിപ്പുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കുക. നല്ല കളറാണ്. ഇത് വെച്ച് ഷേക്കൊക്കെ അടിക്കുകയാണെങ്കിൽ നല്ല കളറിൽ കിട്ടും. അപ്പം എല്ലാ പ്രായക്കാരും കഴിക്കാൻ പറ്റുന്നൊരു ഫ്രൂട്ട് കൂടെയാണ് മൾബറി. അങ്ങനെ വലിയ മധുരം ഇല്ലാത്തതുകൊണ്ട് ഷുഗർ പേഷ്യൻ്റ് വേണമെങ്കിലും കഴിക്കാം. ഈ ബ്രസീലിയൻ വെറൈറ്റിക്കും പായസം വെറൈറ്റിക്കൊക്കെയാണ് ഭയങ്കര മധുരം ഉള്ളത്. ഇത് അതിൻ്റെ അത്ര വലിപ്പം വരത്തില്ലെങ്കിൽ നമ്മുടെ നാടൻ മൾബറി അല്പം കൂടി സൈസ് വരുന്നതാണ് ഈ മൾബറി. അപ്പോൾ നിങ്ങൾക്ക് അല്പം സ്ഥലം ഇത് വേണമെങ്കിൽ ചട്ടിയിൽ വേണമെങ്കിൽ നമുക്ക് വളർത്താൻ പറ്റും. പ്രൂണിങ് ചെയ്തൊക്കെ നിർത്തിയാൽ മതി. ശകലം സ്ഥലമേ ഉള്ളെങ്കിൽ പോലും നമുക്ക് ചട്ടിയിലൊക്കെ ഇത് വളർത്താനും പറ്റും. ഇത് സ്ഥിരം കായ്ക്കും. നമ്മൾ എപ്പോഴൊക്കെ കമ്പൊന്ന് മുറ്റിയതിന് ശേഷം എപ്പോഴൊക്കെ നമ്മൾ പ്രൂണിങ് ചെയ്യുന്നതോ അടുത്ത ഇല കളിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ മൾബറി വരും. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ പിന്നീട് ചെയ്യാം. വീട്ടിലെ ബ്രസീൽ മൾബറിയും വൈറ്റ് മൾബറിയൊക്കെ ഞാൻ പ്രൂണിങ് ചെയ്ത് അങ്ങനെയാണ് കായ്ക്കാറ്. ഇത് എനിക്ക് കമ്പായി വരുമ്പോഴേ ഒന്ന് വെട്ടിക്കൊടുത്ത് ഇലയെല്ലാം മാറ്റിക്കളയും. പിന്നീട് ഇല വരുമ്പോഴത്തേന് അതിൻ്റെ കൂടെ തന്നെ ഇത് എനിക്ക് നിറച്ച് കായാണ് വരുന്നത്. കാരണം കൊമ്പിൻ്റെ ഏറ്റവും അറ്റത്ത് വരെ കായാണ്. അങ്ങനെ നിറച്ച് കായ്ച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു മഴ മെനഞ്ഞാന്ന് പെയ്തിരുന്നു. അങ്ങനെ കുറച്ചൊക്കെ പൊഴിഞ്ഞു പോയി. അല്ലെങ്കിൽ നിറച്ചാണ് കായ്ച്ചിരിക്കുന്നത്. ഇപ്പം ഇന്ന് കറുത്തിരിക്കുന്നതൊക്കെ നാളെ ആകുമ്പോഴത്തേനും അത് നിലത്ത് വീഴും. പിന്നീട് വീണ്ടും ഇത് കണക്ക് പിടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഈ ഒരു സീസൺ മുഴുവൻ നിറച്ച് പിടിക്കും. നല്ല വെയിലുള്ള സമയത്താണ് ഇത് ഇഷ്ടം പോലെ മൾബറി പിടിക്കുന്നത്. മഴ സമയത്ത് മൾബറി പിടിക്കുന്നത് കുറവാണ്. ഇല കൊണ്ടങ്ങ് മൂടത്തേ ഉള്ളൂ. എപ്പോഴൊക്കെ ഇല കുറയുന്നോ അപ്പോഴെല്ലാം പുതിയ കിളിപ്പ് വരും. പുതിയ കിളിപ്പ് വരുമ്പോൾ ഇത് കണക്ക് ഇപ്പോൾ കാണുന്നത് കൊലകൊലയായിട്ട് മൾബറി മൊത്തം വരും. ഇതിന് കാര്യമായ പുഴുശല്യമൊന്നും കാണുന്നില്ല ഇതുവരെ. ഇഷ്ടം പോലെ പിടിക്കും. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു തൈയെങ്കിലും വെക്കണം. അത് ഏത് വെറൈറ്റി ആണെങ്കിലും നിങ്ങൾക്ക് നല്ലതായിരിക്കും. വീട്ടിൽ നമുക്ക് വിഷമൊന്നും അടിക്കാതെ നല്ല ഒരു ഫ്രൂട്ട് കിട്ടും. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നതാണ്. ഇത് വെച്ച് നമുക്ക് വൈനോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഈ മിൽക്ക് ഷേക്കും അങ്ങനെയുള്ളതിനൊക്കെ നല്ല കളർഫുള്ളായി കിട്ടും. നിങ്ങൾക്ക് അപ്പം ഇതിനെ എനിക്ക് മൾബറിയൊക്കെ വീട്ടിലുള്ളവർ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അത് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching.